UAE പ്രത്യേകിച്ച് ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരോടാണ് ഈ പറയുന്നത്. റമദാനാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും റമദാനിൽ വർക്കിംഗ് അവേഴ്സ് കുറവാണ്. ഈ ഹയറിങ് നടക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് എടുക്കുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ പൊതുവെ കുറവാണെങ്കിലും ചില സെക്ടറിൽ കൂടുതലായിട്ടും അത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രീ സോണിലൊക്കെ കൂടുതൽ ഹയർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണെന്നാണ് IT സെക്ടർ, ഇ-കൊമേഴ്സ്, അതുപോലെ ഡെലിവറി ഉള്ള കാര്യങ്ങളിൽ, അതായത് ഹെൽത്ത് കെയർ സെക്ടറിലും കൂടുതൽ ഹയറിംഗ് ഒക്കെ നടക്കുന്നത് ഈ സമയത്തെന്നാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കമ്പനികളാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഓർഗനൈസേഷനൊക്കെ ഇഫ്താർ പാർട്ടികൾ നടത്താറുണ്ട്. ഈ ഇഫ്താർ പാർട്ടികളിൽ നമ്മൾ പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ലേബർ ക്യാമ്പുകളിലും മറ്റൊക്കെ ഇഫ്താറിൻ്റെ കിറ്റ് വിതരണങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല കമ്പനിയുടെ മാനേജർമാരൊക്കെ അവിടെ വന്നിട്ട് പൊതുവേ അങ്ങനെ നമ്മൾ ഈ ജോബ് സീക്കേഴ്സിന് സമ്പർക്കം പുലർത്താവുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത CV ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ATS ഫ്രണ്ട്ലി CV ആക്കി മാറ്റുക. ATS ഫ്രണ്ട്ലി CVകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ 3 വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒന്ന് ക്യാൻവ, CV ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇത് കിട്ടിലും ടെംപ്ലേറ്റ്സുകളാണ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന് ZT ടൂളുണ്ട്, അതും നിങ്ങൾക്ക് നല്ല PDF ഫോർമാറ്റിൽ CV ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തത് നോവോ റെസ്യൂം. ഈ നോവോ റെസ്യൂം നിങ്ങൾക്ക് നല്ല CVകൾ ക്രിയേറ്റ് ചെയ്യാൻ ATS ഫ്രണ്ട്ലി ആയിട്ട് CV ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാട്ടിൽ നിന്ന് ഈ സമയത്ത് ജോലിക്ക് വേണ്ടി വരുന്നവരുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്കില്ല, കിട്ടില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട്, കുറേ കാലമായി കിട്ടാത്തത്, കുറേ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മുഷിഞ്ഞിരിക്കാതെ, എനിക്ക് ജോബ് കിട്ടും, ഇന്ന് കിട്ടും, അല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ ഈ ആഴ്ച കിട്ടും, ആ ജോബിലേക്ക് നമ്മൾ വന്നാൽ എങ്ങനെയായിരിക്കുമോ നമ്മൾ ഉണ്ടാവുക, ആ രീതിയിൽ നമ്മളെ തന്നെ ഒരു സിമുലേഷനിലേക്ക് കൊണ്ടുവരിക. ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ സംഭവിക്കും. When you think of good things, when you think of positive things, everything will happen positively. When you think of negative things, everything goes negative. So always be positive. നല്ല മാസം വരുന്നു, നല്ല ആൾക്കാരെ കാണാം, നല്ല കാര്യങ്ങൾ ചെയ്യാം, നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ. എല്ലാവർക്കും ആശംസകൾ. മുനീർ അൽ വഫ വിത്ത് ലവ്.